നമ്മളെ ഗിവവേന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലേ? അതറിയാതെ ബെൻസ് ആണ് കൊടുക്കാൻ പോണത്. ബെൻസ് കാറാണ് കൊടുക്കാൻ പോണത്. നിങ്ങളൊക്കെ കാത്തിരിക്കണല്ലേ ഈ പാണ്ടിക്കാട്ടം മുത്തുമാല. അപ്പൊ ബിൻഷ ഇനി വെറും 4 ദിവസമേ ഉള്ളൂ അല്ലേ നമ്മുടെ ഗിവ് അവേക്ക് ആയിട്ട്? 4 ദിവസമേ ഉള്ളൂ. ജൂൺ 15 നമ്മൾ നറുക്കെടുക്കും അല്ലേ? അതെ അതെ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഫാമിലിയെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാല്ലേ. എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. അതായത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഞാൻ ഇന്ന് ഒരു കാര്യം വിചാരിക്കുന്നത് വെച്ചാലേ, ഞാൻ നമ്മളെ നാട്ടുകാരുടെ അടുത്തേക്കൊന്നും പോയി നോക്കട്ടെ. അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഗിവവേനെ കുറിച്ച് അവരോട് സംസാരിക്കാം. ഒരു സ്പെഷ്യൽ വീഡിയോ ആയിക്കോട്ടെ. അതെ അതെ. 300K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ബെൻസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യും? 2 ലക്ഷം രൂപ വില വരുന്ന നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ ഏത് കാറും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതെ അതെ. ഇപ്പൊ 2 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് 2 ലക്ഷം രൂപയുടെ വണ്ടി തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ കൂടുതൽ വിലന്റെ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിലും എടുക്കാം. നമ്മൾ ആ 2 ലക്ഷം രൂപ അത് ഡൗൺ ചെയ്തിട്ടാവും തരുന്നുണ്ടാവുക. ഞാൻ ഫോക്കസ് മോട്ടോഴ്സിനാണേ നമ്മള് ഗിവവേന്റെ കാര്യങ്ങൾ ന്യൂസ് അറിഞ്ഞിരിക്കണം. ഗിവവേ നമ്മള് ഒരു ബെൻസ് ആട്ടോ കൊടുക്കാൻ പോകുന്നത്. അതിന് അഥവാ ബെൻസ് 300K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന വണ്ടി ഒരു 2 ലക്ഷം രൂപയുടെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങളെ പേരെന്തായിരുന്നു? സഭ. അപ്പൊ എന്തായാലും സെറ്റ് അല്ലേ? നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലേ? ചെയ്തു വെച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു വെച്ച് കൂടെ കൂടിക്കോളി. നമ്മളെ കൂടെ കൂടിക്കോളി. ഹലോ, എന്താണ് വിശേഷങ്ങൾ? സുഖം. ഞാനിപ്പോ ഫോക്കസ് മോട്ടോഴ്സിനാണ് ഇപ്പൊ വരുന്നത്. നമ്മളെ ഗിവവേന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലേ? നിങ്ങളെല്ലാം ചെയ്തു വെച്ചില്ലേ? അപ്പൊ കൂടെ കൂടിക്കോളിട്ടോ. നിങ്ങളെ പേരെന്തായിരുന്നു? ജാഫർ. ഓക്കെ, താങ്ക് യു. പാട്ടുണ്ടേ. ഞാൻ അമ്പിളിച്ചേലുള്ള മണമുള്ള ആ പാട്ട് എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. ഞാനിപ്പോ എന്താ വന്നറിയോ, നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിന് ഗിവവേ കൊടുക്കുന്നുണ്ട്. ഒരു ബെൻസ് കാറാണ് കൊടുക്കുന്നത്. അത് 15-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. അതിന്റെ ഉള്ളിൽ 300K ഫോളോവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ബെൻസ് ഗിവവേ കൊടുക്കുകയാണ്. ഇനി അഥവാ ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ പൈസന്റെ വണ്ടി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ 2 ലക്ഷം റുപ്യ ഏത് വണ്ടി നിന്നാണെങ്കിലും കുറച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വേഗം ഫോൺ എടുക്കുക, ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആസാദ് അമ്മാനങ്ങാടി എന്നുള്ള പേജും അതുപോലെ ഫോക്കസിന്റെ പേജും യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. 5 ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ സെറ്റ് അല്ലേ? ഞാൻ ഇവിടുന്ന് ഫോക്കസിനാണ് വരുന്നത്. നിങ്ങൾ നമ്മളെ ഗിവവേനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എല്ലാം ചെയ്ത് വെച്ചിട്ടില്ലേ? സെറ്റ് അല്ലേ? നമ്മള് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ബെൻസ് ആട്ടോ. ഇനി അഥവാ 300K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പോകുന്നത് 2 ലക്ഷം രൂപയുടെ ഏത് വണ്ടി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഏത് വണ്ടി എടുക്കാം. ഓക്കെ, നമ്മളെ ഫോക്കസിൽ ഇപ്പൊ ഒരു ഗിവവേ കൊടുക്കുന്നുണ്ട്. ബെൻസ് ആണ് കൊടുക്കാൻ പോണത്. ഇനി ആകെ 4 ദിവസം മാത്രമേ നമ്മളെ മുമ്പിൽ ബാക്കിയുള്ളൂ. ഈ 15-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്തു വെച്ചിക്കണോ? അപ്പൊ ഇനി അഥവാ 300K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ ഏത് വണ്ടി വേണമെങ്കിലും അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എന്താ ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഭാഗ്യം പരീക്ഷിക്കാം. അപ്പൊ എന്തായാലും പോയിട്ടോ. നമ്മളെ നാട്ടുകാർ. പിന്നെ ഞാൻ ഫോക്കസ് നമ്മളെ ഗിവവേ കൊടുക്കുന്ന കാര്യം അറിഞ്ഞോ? ബെൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇനിയിപ്പോ അഥവാ 300K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എടുക്കാം. അപ്പൊ നിങ്ങളെല്ലാം ചെയ്തു വെച്ചില്ലേ? നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണല്ലേ? ഈ 15-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നറുക്കെടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ താങ്ക് യു. ഇത് നമ്മളെ പാണ്ടിക്കാട്ടം മുത്തുമാല പാടിക്കാരൻ. ഞാനേ ഗിവവേന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാണ്. നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിന്റെ അതറിയാതെ അത് നമ്മളെല്ലാരും പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഫോക്കസ് മോട്ടോഴ്സിനെ. പിന്നെന്താ സ്റ്റോറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ എന്തായാലും ആസൊക്കെ നമ്മളെ ചങ്കല്ലേ? അത് ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് റിയാക്ഷൻ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് എന്താണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിക്ക് വേണ്ടിട്ട്. അപ്പൊ നിങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് ആരാണ് ഭാഗ്യശാലി എന്ന് പറയാനും പറ്റൂല.
ഇനി അഥവാ 300K ആയിട്ടില്ല എന്ന് നമ്മള് 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി വേണമെങ്കിലും അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ അങ്ങനെ ഉണ്ട്. 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി അപ്പൊ 300K ആവാതെ എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചാലോ ആവാത്ത കേസ് നമ്മളെ ഷോപ്പിൽ വരേണ്ട ക്യാപിറ്റലിൽ വരേണ്ട മുഴുവൻ അവിടെ നമ്മൾ അറിയിക്കും. സെറ്റാണ്. കാണാം. ബൈ. ഞാന് നമ്മളെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. മഞ്ചേരോടമ പെട്രോൾ പമ്പിന് നേരെ അപ്പുറത്തുള്ള ഫോക്കസ് മോട്ടോഴ്സ് യൂസ്ഡ് കാറിന്റെ ഷോറൂമാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കുട്ടികളല്ലേ, അപ്പൊ ഓരോട് പറഞ്ഞാൽ മതി ഇങ്ങനൊക്കെ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഓരോട് പറയാം, പിൻ ചെയ്ത് വെച്ച വീഡിയോയിലുണ്ട് റൂൾസ് കാര്യങ്ങളൊക്കെ, അത് ചെയ്യാൻ പറയും അവരോട്. ഇൻഷാല്ലാ ആർക്കാണ് ഭാഗ്യശാലി എന്ന് പറയാൻ പറ്റൂല. ബെൻസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി അഥവാ 300K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി വേണമെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചോളൂ. കുട്ടികളോടൊക്കെ പറയണം കേട്ടോ. ഓക്കെ ഞാനേ ഫോക്കസ് മോട്ടോഴ്സ് നാട്ടോ വരുന്നത്. മഞ്ചേരോടുന്ന പെട്രോൾ പമ്പിന് നേരെ അപ്പുറത്തുള്ള ഫോക്കസ് മോട്ടോഴ്സിൽ ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാലേ നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ബെൻസ് ആണ് ബെൻസ് കാറാണ് കൊടുക്കാൻ പോണത്. ഫോക്കസ് മോട്ടോഴ്സിന്റെ പേജ് എന്നാണ് 300K. ഇപ്പൊ 100Kന്റെ മേലെ കഴിഞ്ഞു. 300K ആകുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുക. ഈ മാസം 15-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആവണം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണം. നമ്മളൊരു 2 ലക്ഷം റുപ്യന്റെ ഏത് വണ്ടി വേണമെങ്കിലും അവിടെ പർച്ചേസ് ചെയ്യാം. വണ്ടി മാറ്റുകയാണെങ്കിൽ നമ്മൾ 2 ലക്ഷം റുപ്യ എന്നാണ് കുറക്കും, അങ്ങനെ തരും. അപ്പൊ ഇനി നിങ്ങൾക്ക് അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവില്ല വീട്ടില്, കുട്ടികളുണ്ടെങ്കിൽ ഓരോട് കാര്യം പറയാം. ടൈം ആയല്ലോ, 15-ാം തീയതിയാണ് നമ്മൾ നറുക്കെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ആൾക്കാരെ ഒന്നുകൂടെ അറിയിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയാം. കിട്ടുകയാണെങ്കിൽ ഒരു ബെൻസ് കിട്ടും. അഥവാ അതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം റുപ്യന്റെ വണ്ടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ എന്തായാലും 2 ലക്ഷം റുപ്യന്റെ കാർ നിങ്ങൾക്ക് അതിൽ കുറച്ച് കൂട്ടിയെടുക്കണം, നിങ്ങൾ എടുക്കാലോ. 2 ലക്ഷം റുപ്യ കമ്മിയല്ലേ? എന്തായാലും നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് എല്ലാവരും പറയണോ, വീട്ടിൽ പോയിട്ട് എല്ലാവരും സെറ്റ് ചെയ്തോളി. ഇൻഷാല്ലാ കാണാം. അങ്ങനെ കുറച്ച് പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ കിട്ടി. ഞാനിപ്പോൾ ഓഫീസിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. പക്ഷെ ഉള്ള ആൾക്കാർ പക്ക സപ്പോർട്ട്, പോലെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. പിന്നെ ആരെങ്കിലും യൂസ്ഡ് കാർ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുന്നുണ്ടോ, നമ്മൾ മാക്സിമം ചെയ്തുതരും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ മാക്സിമം ചെയ്തുതരും. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. A to Z കാര്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നതായിരിക്കും. ഫോക്കസിൻ്റെ അണ്ടറിൽ എല്ലാം നമുക്ക് അതിനെല്ലാം ടീമുണ്ട്. നമുക്ക് ഫിനാൻസിനായിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ പർച്ചേസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പർച്ചേസിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് ഒരു കാര്യത്തിനെക്കുറിച്ചും വെറിയിടാവേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ലോട്ട്.